ഞാൻ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മീനങ്ങാടി എന്ന്. ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ടൗണും കൂടെ കൂടിയുള്ളതാണിത്. മീനങ്ങാടിയെ പറ്റി ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലേ, ഇത് ഒരു പഴയ ഗ്രാമവും ടൗണുമായ മീനങ്ങാടിയാണ് കേട്ടോ. NH-7066 മലിനരഹിതവും പ്രകൃതി സൗഹൃദവുമാണ് കേട്ടോ. ഇവിടെ ഞാൻ കേൾക്കാൻ കാരണം എന്താണെന്നറിയോ, ഇവിടെ മത്സ്യ അവതാരമായ മഹാവിഷ്ണു ക്ഷേത്രം പ്രശസ്തമായതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാനിവിടെ മീനങ്ങാടിയെക്കുറിച്ച് കേട്ടത് കേട്ടോ. ഇത് മീനങ്ങാടി ടൗണിലൂടെയുള്ള ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ. കാർഷിക വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രമുഖ നിലപാടുണ്ടാക്കിയ സംസ്ഥാന കാർഷിക അവാർഡ് നേടിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മീനങ്ങാടി എന്ന് പറയുന്നത്. പിന്നെ ഇവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുസ്ഥിര കാർഷികവും ജൈവ വൈവിധ്യ സംരക്ഷണവും മികവുറ്റ ചെറിയ പള്ളികൾ, പച്ചത്തടി, നെൽപ്പാടങ്ങൾ, ഉൾപ്രദേശത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടിയുള്ള സ്ഥലമാണ് ഇത്. റോഡ് മാത്രമാണ് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഈ കഴിഞ്ഞ മഴയൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ പെയ്തിട്ടുണ്ട് കേട്ടോ. മനോഹരമായ പ്രകൃതി കാണാം കേട്ടോ നമുക്കിവിടെ. മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണവും കൊണ്ടുള്ള മണ്ണറിയാൻ കൃഷി ചെയ്യാൻ പദ്ധതി ഇവിടുത്തെ പ്രധാന ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ. ഇത് വയനാട് ജില്ലയിലെ അമ്പലവയലിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. അമ്പലവയലിൽ നമ്മുടെ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ ടൗണിലൂടെ പോകുന്ന ഒരു വീഡിയോ ഇതുപോലെ ഷോർട്ട് രൂപത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. അമ്പലവയലിലേക്ക് പോയതും, അമ്പലവയലിലൊക്കെ പോയിട്ട് അവിടെ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് വെച്ചാൽ മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ഡാമുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ സൂപ്പറാണ്. ടാറ്റാ.